ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ സവോള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ 2 ഇടണം, വലിയ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് വേണം, പിന്നെ ഒരു തക്കാളി വേണം, പിന്നെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം വേണം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അങ്ങനെ ചതച്ചെടുത്താണ് കേട്ടത് അങ്ങനെ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1.5 സ്പൂണ് മുളക് പൊടി വേണം, ഈ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി വേണം, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും വേണം. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ. നമുക്ക് ഈ മുട്ടയില്ലേ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം നല്ലൊരു കട്ടിമായിട്ട് തോന്നി. ഇതൊന്ന് നമുക്ക് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ആ വെള്ളം നല്ലൊരു വരണ്ടാവും, നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ മുട്ട ഇനി നമുക്ക് ഈ മുട്ട കണ്ടില്ലേ കളറൊക്കെ മാറി, നമുക്കിനി ഇത് വാങ്ങാം. ഇതിലേക്ക് നമുക്ക് ഈ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മൂത്തിനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമണം ഒന്ന് മാറട്ടെ. പച്ചമണം മാറി ഇതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേഗമാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. സവോള നല്ലപോലെ വഴന്നു കഴിഞ്ഞ് പച്ചമുളക് ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പം നോക്കിയിട്ട് ഉപ്പ് ഇടണം. ഈ പൊടികളുടെ പച്ചമണം വരാൻ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി വെക്കണം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തക്കാളിയെല്ലാം നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക്
ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റാണ് ഈ കറി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്